ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നിന്റെ ശത്രുവൊന്നുമല്ല. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടായി കാണണം തന്നെ എന്റെ ആഗ്രഹം. രാജീവ് ചതിയനാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിനക്കത് മനസ്സിലാവും. അന്ന് നീ ഒരു പടുകുഴിയിലാണ് വീണിരിക്കുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഗോകുലിന് നിയമപരമായ പരിമിതികളുണ്ട്. പക്ഷേ തന്റെ വിശ്വസ്തനായ ഒരു APP വിട്ട കേസ് തോറ്റുകൊടുക്കാൻ അയാൾക്ക് എളുപ്പമാണ് മാഡം. വാദങ്ങളും തെളിവുകളും എല്ലാം ദുർബലമാക്കിയാൽ മതിയല്ലോ. പ്രതിയെ ഈസി ആയിട്ട് രക്ഷിക്കാം. രാജീവ് ഒരു കാര്യം ചെയ്യണം. അയാളെ കണ്ട് സംസാരിക്കുമ്പോ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഓഫർ അയക്ക് കൊടുക്കണം. ഇന്ന് വരെ അയാൾക്ക് ഒരു കേസിനും ആരും കൊടുക്കാത്തൊരു തുക. അത് തള്ളിക്കളയാൻ അയാളെ കൊണ്ട് പറ്റരുത്. നാളെ കോടതിയിൽ ഗോകുലിന്റെ ഒരു തന്ത്രവും ഫലിക്കരുത്. മേഡം പേടിക്കണ്ട, അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. നാളെ APP ഹേമേന്ദ്രൻ കോടതി പറയുന്നത് ഗോകുലിന്റെ വാക്കുകളായിരിക്കില്ല, മേഡത്തിന്റെ വാക്കുകളായിരിക്കും. അപ്പൊ ശരി, ഞാൻ ഇറങ്ങുന്നു. കുറച്ച് കുറുക്കന്റെ സ്വഭാവം കയ്യിലുണ്ടെങ്കിലും രാജീവ് കൂടെയുള്ളത് ഒരു ധൈര്യമാ. നാളെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തേക്ക് വരാന്നുള്ള പ്രതീക്ഷയോടെ വരുന്ന ആ തള്ള വീണ്ടും ജയിലിലേക്ക് മടങ്ങണം. അതിനുവേണ്ടി എന്ത് കളിയും ഞാൻ കളിക്കും. എന്താ ലേറ്റായേ? എന്റെ കോർട്ടിൽ ജഡ്ജിന് സെഷൻസ് ജഡ്ജിയായിട്ട് പ്രൊമോഷൻ കിട്ടി. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നിനി ഫുഡ് വേണ്ടായിരിക്കും അല്ലേ? അയ്യോ, വേണ്ട വേണ്ട വേണ്ട. അവിടുന്ന് ഒരു ലോഡ് ഫുഡ് കഴിച്ചു. മോളിറങ്ങിയ മോനെ, എന്താമേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. അത് ശിശിരയുടെയും രാജീവിന്റെയും കാര്യ. അതിനുള്ള മറുപടി ഞാൻ രാവിലെ തന്നെ രാജീവിനോട് പറഞ്ഞാണല്ലോ. പിന്നെന്താമേ? മോനെ, അത് അത്രയ്ക്ക് നിസ്സാരമായിട്ട് പറയാവുന്ന കാര്യമാണോ? ഇവനത് നിസ്സാരമായിരിക്കും. പക്ഷേ എനിക്കതല്ല, എന്റെ ജീവിതമാണ്. എല്ലാവരും അത് ഓർത്താ നന്നായിരിക്കും. അപ്പൊ നീയാണോ ഇന്ന് അവനോട് വിളിച്ചു വരുത്തിയത്? ആണെങ്കി ആഹാ, എനിക്ക് തോന്നി. എടി, പോലീസുകാരനായിട്ടും അവന് ഇത്രയ്ക്ക് ബുദ്ധിയില്ലാതായി പോയല്ലോ. ഈ ബന്ധത്തിന് എനിക്കിഷ്ടമല്ല എന്ന് നേരത്തെ തന്നെ അവൻ അറിയാവുന്നതല്ലേ? എനിക്ക് രാജീവേട്ടനെ ഇഷ്ടമാണ്. അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ പോകുന്നതേ ഞാനാ, അല്ലാതെ നീയല്ല. നിന്റെ ഇഷ്ടം നോക്കിയിട്ടല്ല ഞാനൊരാളെ കല്യാണം കഴിക്കുന്നത്. പക്ഷേ നിന്റെ ജീവിതം ഞങ്ങൾക്ക് നോക്കിയേ പറ്റൂ. നിനക്ക് വേണമെങ്കിൽ നിന്റെ തീരുമാനത്തിനനുസരിച്ച് അവന് വിവാഹം കഴിക്കാം. അത് പക്ഷേ നിന്റെ ഇഷ്ടം മാത്രമാണ്. അതിനെന്റെ സമ്മതം ഉണ്ടാവില്ല. ഗോകുൽ, എന്താ ഗോകുലിത? അമ്മ ശിശിരേച്ചൊരു കാര്യം പറയുമ്പോ ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. ചേച്ചി അവരുടെ ജീവിതത്തെക്കുറിച്ചല്ലേ സംസാരിക്കുന്നേ? എടോ, ഒരു ബ്രദർ എന്ന നിലയിൽ ഇവരുടെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് കൺസേൺ ഉണ്ട്. ഒരിടത്ത് പോയി തോറ്റുമുടങ്ങി വന്നതാ. വീണ്ടും മറ്റൊന്ന് തിരഞ്ഞെടുക്കുമ്പോ 2 വട്ടമല്ല 100 വട്ടം ആലോചിക്കണം. ചേച്ചി അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ആളാണോ? കല്യാണം കഴിക്കുന്ന ആളുടെ ഇഷ്ടവും താല്പര്യവും അല്ലേ പ്രധാനം? എടോ എടോ തനിക്കറിയില്ല, ഈ രാജീവ് എന്ന് പറയുന്നവനൊരു നല്ല മനുഷ്യൻ പോലുമല്ല. പക്ഷേ ശിശിരേച്ചിക്ക് ഇഷ്ടാണല്ലോ. അറുത്ത് മുറിച്ചൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അതുകൂടി ഒന്ന് കണക്കിലെടുക്കണ്ടേ? വേണ്ട, ഇവൻ കണക്കിലെടുക്കണ്ട. എന്റെ ജീവിതം എന്റെ മാത്രം ബാധ്യതയാണല്ലോ. അപ്പൊ പിന്നെ അത് ഞാൻ തന്നെ തീരുമാനിച്ചോളാം. അങ്ങനെ നീ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ നടക്കില്ല. ഈ കാര്യത്തിലെ എന്റെ തീരുമാനം മാത്രം മതി. അങ്ങനെയാണെങ്കിലേ നീ തന്നെ തീരുമാനിച്ചതങ്ങ് നടപ്പിലാക്കിക്കോ. പക്ഷെ ഞങ്ങളെ ആരെയും അതിൽ നിക്ഷണിക്കണ്ട.
ഒന്ന് സമാധാനിക്ക. എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നേ? എന്തായാലും ശിശിരേശിക്ക് ഒരു ജീവിതം ഉണ്ടായില്ലേ പറ്റൂ. അല്ലാതെ എല്ലാ കാലത്തും ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. എടോ, ഇവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം തന്നെ എന്റെ ആഗ്രഹം. പക്ഷേ രാജീവ് ഇവളെ വിവാഹം കഴിച്ചാൽ അത് ഈ ജന്മത കിട്ടില്ല. അത് നീയാണോ തീരുമാനിക്കുന്നേ? നിന്റെ കണ്ണിൽ അയാൾ നല്ല മനുഷ്യനല്ലായിരിക്കാം, പക്ഷെ എന്റെ കണ്ണില് എനിക്ക് അയാൾ പറ്റിയ പാർട്ണർ തന്നെയാ. അല്ലെങ്കിലും നിനക്ക് അവനെ പോലുള്ളവനെ ചേരൂ. എന്തിനിങ്ങനെ ശിശിരേച്ച കുറ്റപ്പെടുത്തുന്നേ? ചേച്ചിക്ക് ഒരാളെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കണമെന്ന് തുറന്നു പറഞ്ഞു. അതിൽ എന്താ ഇത്ര കുഴപ്പം? ചേച്ചിക്ക് അതിൽ സന്തോഷം കിട്ടുന്നെങ്കിൽ നമ്മളായിട്ട് അത് നടത്തി കൊടുക്കല്ലേ വേണ്ടേ? അതെ മോനെ, നീ ഒന്നുകൂടൊന്ന് ആലോചിക്കേ. ഇവൾക്കിത് മതിയെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ എതിരെ നിൽക്കുന്നത്? അമ്മേ, ഓരോരുത്തർക്കും ഓരോ മനുഷ്യനെ കുറിച്ചൊരു വിശ്വാസമുണ്ട്. അതൊരു ദിവസം കൊണ്ടൊന്നും മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല. ഇവളിനി എത്ര കെഞ്ചി പറഞ്ഞാലും അവനെക്കുറിച്ചുള്ള എന്റെ ധാരണ മാറാൻ പോകുന്നില്ല. നമുക്ക് ഇവക്ക് വേണ്ടി വേറെ ഏതെങ്കിലും നല്ല ചെക്കനെ ആലോചിക്കാം. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നിന്റെ ശത്രുവൊന്നുമല്ല. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടായി കാണണം തന്നെ എന്റെ ആഗ്രഹം. രാജീവ് ചതിയനാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിനക്കത് മനസ്സിലാവും. അന്ന് നീ ഒരു പടുകുഴിയിലാണ് വീണിരിക്കുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ഇപ്പോ ഒരു ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് എനിക്കത് തടയാൻ പരമാവധി നോക്കാൻ പറ്റും. അത് ചെയ്യേണ്ടത് ഒരു സഹോദരൻ എന്ന നിലയിൽ എന്റെ കടമയാണ്. സഹോദരിയുടെ കല്യാണം മുടക്കുന്നതല്ല, നടത്തി കൊടുക്കുന്നതാ സഹോദരന്റെ കടമ. ഇത് കാരണം ഈ കുടുംബത്തിന് അതൊരു പ്രശ്നം ഉണ്ടാവരുത് ഗോകുൽ. ശിശിരേച്ചിക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം ചേച്ചി ജീവിക്കട്ടെ. ജീവിച്ചോട്ടെ, പക്ഷേ അത് എന്റെ സമൂഹത്തിൽ നടക്കില്ല. എടി, അവൻ പറയുന്നതില് എന്തെങ്കിലും കാര്യം കാണും. ഇതിൽ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. പറയണ്ട, പക്ഷെ ഞാനൊരു തീരുമാനം എടുക്കും. പിന്നെ ആരും എന്നെ കുറ്റം പറയരുത്. അങ്ങനെ തീരുമാനം എടുത്താലേ നീ പിന്നെ ആ വഴിക്കങ്ങ് പോയേക്കണം. അത് ഞാൻ തീരുമാനിച്ചോളാം. വെട്ടാൻ പോകുന്ന പോത്തിന്റെ ചെവിയിലെ വേദം ഓതിയിട്ട് കാര്യമില്ലെന്നറിയാം. നിന്റെ നന്മയെ കരുതി ആരെന്തു പറഞ്ഞാലും നിനക്കെല്ലാം തെറ്റായിട്ടേ തോന്നൂ. നിന്നോടുള്ള സ്നേഹക്കുറവായിട്ടേ തോന്നൂ. മോളെ, ചില കാര്യങ്ങൾ അനുഭവിച്ചാലേ പഠിക്കൂ. വരും വരായികൾ പറഞ്ഞു തരാനേ പറ്റൂ. അനുസരിപ്പിക്കാൻ ശ്രമിച്ചാലും എന്റെ മോൾ അതൊന്നും വകവെക്കില്ലല്ലോ. നിന്റെ ജീവിതം നീ തന്നെ തീരുമാനിക്കും. ജീവിതം എന്റെ അല്ലേ, അപ്പൊ ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഞാൻ തന്നെയാ.